ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വീക്കെൻഡ് വ്ളോഗായിട്ടാണ്. ഇത് ഒറ്റ വീക്കെൻഡിൽ നടന്ന കാര്യങ്ങളല്ല, പല പല വീക്കെൻഡുകളിലായിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഒറ്റ വ്ളോഗിലാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. സോ വിതൗട്ട് മച്ച് ഇൻട്രൊഡക്ഷൻ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ആ വീഡിയോ. ലക്സംബർഗ് സെൻട്രലിൽ നിന്ന് വെറും 30 മിനിറ്റ് അടുത്തൊരു ബസ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വില്ലേജിലെത്തും. ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വില്ലേജാണ്. ലക്സംബർഗിൽ മാത്രമല്ല, ഹോൾ യൂറോപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വില്ലേജിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വെൽക്കം ടു ഷെങ്കൻ. 1985 ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഷെങ്കൻ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ എഗ്രിമെൻറ്റിന് ഷെങ്കൻ എന്നുള്ള പേര് വരാനും റീസൺ. ഈ എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഷെങ്കൻ ഏരിയയിലൂടെയൊക്കെ ബോർഡറിലൊന്നും അങ്ങനെ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് ഫ്രീലി ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു ഷെങ്കൻ പോയിന്റിൽ ശരിക്കും പറഞ്ഞാൽ ലക്സംബർഗ്, ഫ്രാൻസ്, ജർമ്മനി ബോർഡറുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, വളരെ സീനിക് ബ്യൂട്ടി ഉള്ളൊരു സ്ഥലമാണ്. നമുക്ക് നല്ല രീതിക്കൊരു പിക്നിക് സ്പോട്ടൊക്കെ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഈ പാലം കടന്നു കഴിഞ്ഞാൽ ജർമ്മനിയാണ്, റൈറ്റ് സൈഡിലേക്ക് കാണുന്നത് ഫ്രാൻസാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലക്സംബർഗിലാണ്. ഇപ്പോൾ ഈ ഷെങ്കൻ ഏരിയയിൽ ഏകദേശം 25 മേലെ കൺട്രീസ് ഉണ്ട്. സോ ഈ ഷെങ്കൻ എന്ന പേര് വരാനുള്ള റീസൺ ഈ ഒരു വില്ലേജാണ് കേട്ടോ. ഇവിടെ വെച്ച് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തുകൊണ്ടാണ് ഷെങ്കൻ എഗ്രിമെൻറ്റ് എന്നുള്ള ഒരു പേര് വന്നത്. പിന്നെ യൂറോപ്പിലേക്ക് നമ്മൾ വിസിറ്റിന് വരികയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഷെങ്കൻ വിസ എടുത്തിട്ടാണല്ലോ വരുന്നത്. സോ ഈ ഷെങ്കൻ എന്നുള്ള പേര് ഫെമിലിയർ ആണെന്നുണ്ടെങ്കിൽ കൂടെ ഇത്രയും അടുത്തുള്ളൊരു വില്ലേജ് ആണെന്നുള്ളത് എനിക്കറിയണ്ടായിരുന്നില്ല. താങ്ക്സ് ടു സുജിത് ഭക്തൻ, ആളുടെ വീഡിയോ കാരണമാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇവിടെ സ്പ്രിങ്ങൊക്കെ ആയി നല്ല ചെറിയ ബ്ലോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നടന്ന് പാലം കടന്ന് ജർമ്മനിയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിലെത്തി. ഈ കാണുന്നത് ഫ്രാൻസാണ് കേട്ടോ. നമ്മൾ ബാക്കിലുള്ളത് ലക്സംബർഗും ഫ്രണ്ട് കാണുന്നത് ജർമ്മനിയുമാണ്. സോ നമ്മൾ പാലം ക്രോസ് ചെയ്ത് നമ്മൾ ജർമ്മനിയിലേക്ക് പോവാണ്. ഈ ഷെങ്കൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ പ്ലേസ്, അതൊരു സിമ്പലാണ് യൂണിറ്റീൻ്റെയും ഫ്രീഡത്തിൻ്റെയും പിന്നെ ഓപ്പൺ ആയിട്ടുള്ള ബോർഡറിൻ്റെയൊക്കെ ഒരു സിമ്പലും കൂടെയാണ്. എന്തോ ഇത് കൂടെ നടക്കുമ്പോൾ നമുക്ക് അറിയുന്നതുകൊണ്ട് അറിയാം, ശരി ഇത് പാലം കടന്നു കഴിഞ്ഞാൽ ജർമ്മനിയാണെന്നും ഇപ്പുറത്തെ സൈഡ് ഫ്രാൻസ് ആണെന്നും യാതൊരു വിധത്തിലുള്ള ഒരു തരത്തിലുള്ള ഒരു ഡിഫറൻസും കാര്യങ്ങളൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. ആകെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലക്സംബർഗിൽ കൂടുതലും സൈൻ ബോർഡ്സൊക്കെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫ്രഞ്ചിലായിരിക്കും ഉണ്ടാവുക. ജർമ്മനി അങ്ങ് എത്തിയതും സൈൻ ബോർഡ്സൊക്കെ ജർമ്മനിലായി എന്ന് മാത്രം. വേറെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. നമുക്ക് ബോർഡ് കാണാൻ പറ്റും. ബാക്ക് സൈഡിൽ നമ്മൾ ലക്സംബർഗ് നിന്നാണല്ലോ നടന്നു വന്നത്. ലക്സംബർഗ് സിറ്റിയിലേക്ക് 29 കിലോമീറ്റർ, ഞാൻ പറഞ്ഞ ഷെങ്കൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 1 കിലോമീറ്റർ. റൈറ്റ് സൈഡിലേക്ക് കാണിക്കുന്നത് ഫ്രാൻസ് ആയിരുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് കാണിക്കുന്നത് ജർമ്മനായിരുന്നു. ഈ ഒരു നദിയാണ് കേട്ടോ കറക്റ്റ് ബോർഡർ. സോ ഞാനിപ്പോൾ കാണിക്കുന്നത് ലക്സംബർഗാണ്. കറക്റ്റ് ഈ പാലത്തിൻ്റെ നടുവിൽ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങോട്ട് ജർമ്മനിയാണ്, ഈ സൈഡിലേക്ക് ഫ്രാൻസാണ്. ഷെങ്കൻ എന്ന് പറയുന്ന അങ്ങനെ എഴുതിയിട്ടുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട്. ഒരു നല്ലൊരു പിക്നിക് സ്പോട്ട്. അങ്ങനെ ഷെങ്കൻ കവർ ചെയ്തു. ഇത് വേറൊരു ദിവസമാണ്. നമ്മുടെ മോസ്റ്റ്ലി വീക്കെൻഡുകളൊക്കെ നമ്മൾ ചിലവഴിക്കുന്നത് ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. മിക്കവാറും ഇന്ത്യൻ സ്റ്റോറിലേക്കൊക്കെ പോവുക ഒരു സാറ്റർഡേ ഒക്കെ കിട്ടുമ്പോഴാണ്. അങ്ങനെ ഒരു ഇന്ത്യൻ സ്റ്റോറിലേക്കുള്ള പോക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പല പല വീക്കെൻഡുകളിലായിട്ട് എടുത്ത വീഡിയോ ആണ്. ഷെങ്കന് പോയ അന്ന് നല്ല വെതറായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ജാക്കറ്റിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് അത്യാവശ്യം തണുപ്പുള്ള ഒരു വീക്കെൻഡിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ നടന്ന് നീങ്ങുന്നത് ഇന്ത്യൻ സ്റ്റോറിലേക്കാണ്. ബെഗൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള തന്തൂരി മാർക്കറ്റിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെ കിട്ടും, ഇന്ത്യൻ സാധനങ്ങൾ എന്തൊക്കെ കിട്ടും എന്നുള്ളൊരു വീഡിയോ ഒന്നും ഞാൻ ഇനി ചെയ്യാൻ പോകുന്നില്ല. അത് ഓൾറെഡി ഞാൻ ഒരുപാട് ചെയ്തിട്ടുമുണ്ട്, നിങ്ങൾക്ക് കണ്ട് മതിയായിട്ടും ഉണ്ടാവും. സോ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുത്തു. നമ്മൾക്ക് വേറെ സൂപ്പർ മാർക്കറ്റിലും പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടടുത്തുള്ള ആക്ഷനിലേക്കും ആൽഡിയിലേക്കൊക്കെ പോകാൻ വേണ്ടി നിന്നപ്പോൾ വഴിയിൽ വെച്ചിട്ട് ഇങ്ങനത്തെ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരാൾക്ക് അതിലൊക്കെ ഒന്ന് കയറണം, ഫോട്ടോ ഒക്കെ എടുക്കണം എന്നായി. ഇവിടെ ഈസ്റ്ററൊക്കെ വരാനായല്ലോ. അപ്പോൾ ഈസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡെക്കറേഷൻസും ചോക്ലേറ്റ്സും ഒക്കെ കടയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഈസ്റ്റർ സ്പെഷ്യലായിട്ടുള്ള ഒരു കിറ്റ്കാറ്റാണ്. ഇതൊക്കെ ഈ സമയത്ത് മാത്രമേ ഉണ്ടാവൂ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി അന്വേഷിക്കുമ്പോൾ ഈ ഒരു തീമിലുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ ഈ കുട്ടികൾക്ക് എടുക്കാൻ പാകത്തിനുള്ളൊരു ട്രോളി.
വീക്കെൻഡ് ഷോപ്പിംഗ് ഒന്നും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വീക്കെൻഡിൽ നടക്കുന്നൊരു കാര്യമാണ് ഈ ഒരു ഗെറ്റ് ടുഗെദർ എന്ന് പറയുന്നത്. ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒത്തുകൂടുക. ഇതിൽ മിക്കവാറും നടക്കുന്ന കാര്യങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് ഉണ്ടാക്കും, പിന്നെ പിള്ളേരെല്ലാവരും കൂടെ കളിക്കും. പിന്നെ അങ്ങനെ ഇത് മിക്കവാറും ഫ്രൈഡേസ് ആയിരിക്കും ഉണ്ടാവുക. ഫുഡ് ഉണ്ടാക്കുന്ന ഒരു സെക്ഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ പാട്ടും റീൽസും ഒക്കെ എടുക്കുന്ന വേറെ സെക്ഷൻ ഉണ്ടാവും. നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ ആകെയുള്ളൊരാശ്വാസം എന്ന് പറയുന്നത് ഇതേപോലത്തെ ഗെറ്റ് ടുഗെദേഴ്സും കാര്യങ്ങളൊക്കെയാണ്. എല്ലാ വെള്ളിയാഴ്ചകളൊന്നും അല്ലാന്നുണ്ടെങ്കിലും ഒരുവിധം ഫ്രൈഡേസൊക്കെ ഇതൊക്കെ തന്നെയാണ് പരിപാടി. ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ ആയിരിക്കും ഇങ്ങനത്തെ ഗെറ്റ് ടുഗെദറൊക്കെ ഉണ്ടാവാം. ഓഫീസ് കഴിഞ്ഞിട്ട് നേരെ എല്ലാവരും കൂടെ ഒരു വീട്ടിൽ വരും. പിന്നെ ഫുഡ് ഉണ്ടാക്കലും പിള്ളേരുടെ കളിയൊക്കെ ആയിട്ട് അങ്ങനെ ആ ദിവസം അങ്ങോട്ട് പോകും. അങ്ങനെ പിള്ളേരുടെ സൈഡിൽ പോയി നോക്കിയപ്പോഴാണ് ഇന്നത്തെ അവരുടെ ടാർഗറ്റ് വിഷ്ണുവാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഫണ്ണി ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നതുണ്ടെങ്കിൽ കൂടെ അവർക്ക് പിന്നെ വേണ്ടിയിരുന്നില്ല എന്നായിപ്പോയി. അത്ര ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ചോദിക്കേണ്ടായിരുന്നത്. ഫുൾ ചളി. പിന്നെ നമ്മളെ ഇടയിൽ തന്നെ ഫുഡൊക്കെ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ മാഞ്ഞാളി ചിക്കൻ ബിരിയാണിയാണെന്നൊക്കെ പറഞ്ഞ് ചിക്കൻ്റെ പരിപാടികളൊക്കെ ആയിരുന്നു ചേച്ചി നോക്കിക്കൊണ്ടിരിക്കേണ്ടായിരുന്നത്. സോ ഇവരുടെ രണ്ടുപേരുടെയും, ആ ചേച്ചിയുടെയും ഈ ചേട്ടൻ്റെയും വീട്ടിലാണ് കേട്ടോ ഈ ഒരു ഗെറ്റ് ടുഗെദർ നടക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തകർത്തുകൊണ്ടിരിക്കുകയാണ്. ചളി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. ഒട്ടുമിക്ക ചെറിയ പിള്ളേർക്കൊക്കെ ഇത് ബോറടിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ബാക്കി രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നു തുടങ്ങി. ഫുഡിൻ്റെ പരിപാടിയൊക്കെ ഫുൾ ഓണായി. ബീഫ് ഡ്രൈ ഫ്രൈ ഒക്കെയാണ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഞാൻ നോക്കിയപ്പോൾ വൺ ഡിസ്കഷൻ കേട്ടോ. എങ്ങനെയാണ് ചിക്കൻ വെട്ടേണ്ടത്, ഏത് കത്തിയാണ് നല്ലത്, അത് ഇവിടുന്ന് കിട്ടും, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനൊക്കെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളിടയിൽ തന്നെ കുക്ക് ചെയ്യാൻ അറിയുന്ന, അതായത് നന്നായിട്ട് കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. സോ നമ്മളെല്ലാവരും കൂടെ കൂടുമ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിരിക്കും. ഞാനിവിടെ വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ മാഞ്ഞാളി ബിരിയാണി എന്നൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാനിങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി, മാഞ്ഞാളി എന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ മാഞ്ഞാളി എന്ന് പറയുന്നൊരു സ്ഥലമാണ്, അവിടുത്തെ സ്പെഷ്യലാണ് ഈ ബിരിയാണി എന്നൊക്കെ ചേച്ചി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ വെറുപ്പിക്കൽ സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ഉടനെ ചേട്ടൻ ഇടപെട്ടു. ഈ ബിരിയാണീനെ പറ്റി ഞാൻ പറഞ്ഞുതരാം, എൻ്റെ വീഡിയോ എടുക്കും എന്നൊക്കെ പറഞ്ഞു. ഇത് ഞങ്ങളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മാഞ്ഞാലി ബിരിയാണി. നമ്മൾ അങ്കമാലിക്കാരാണ്. അങ്കമാലി പറവൂർ പോകുന്ന വീട്ടിലാണ് മാഞ്ഞാലി. ഞങ്ങളുടെ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങളുടെ മെയിൻ ഷെഫ് മിസ് ആനി ഫ്രം പൊന്മുടി. ഏത് ഗ്രൂപ്പിലും ഇങ്ങനത്തെ ഒരാളുണ്ടാവും അല്ലേ, ആ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം കഴിയുന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ തനി മലയാളിയിൽ കണ്ട പോലെ മീൽ പ്ലാനൊക്കെ ചെയ്താൽ ഭയങ്കര എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ചേച്ചി മീൽ പ്ലാനൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് വെറുതെ അതൊരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ ബീഫിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ശരിയായി. ബിരിയാണീൻ്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിള്ളേരുടെ ഗ്രൂപ്പിൽ 2 പേര് മിസ്സിങ് ആയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയപ്പോൾ ആർക്കും ഒരു ശല്യം ഇല്ലാണ്ട് ഒരു മൂലയിലുള്ളൊരു റൂമിൽ 2 പേരും കൂടെ ഇരുന്ന് കളിക്കുന്നു. അപ്പം പിന്നെ അവരെയും പോയി വർപ്പിച്ച് ഹായ് പറയുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ്. എന്താണ് ചെയ്യുന്നതെന്ന് അറിയണമല്ലോ. അങ്ങനെ അവരെന്തോ ഒരു ടോയൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരടുത്ത് ഹായ് ഒക്കെ പറഞ്ഞ് ഞാൻ വീണ്ടും കിച്ചണിലേക്ക് തന്നെ വന്നു. അപ്പോൾ ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ എന്താ പറയുക ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഫണ്ണി ക്വസ്റ്റ്യൻസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവർ ഡ്രോയിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. പിള്ളേരെന്തൊക്കെയോ ചോദിക്കുന്നു, ഇവർ വരച്ചു കൊടുക്കുന്നു. അതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ സ്ക്രീൻ ടൈം അല്ലാതെ പിള്ളേരെ എൻഗേജ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ഡ്രോയിങ്, കളറിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ. എന്താണ് വരച്ചത് എന്നുള്ളത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുമായിരുന്നു ഗോപി ചേട്ടൻ അവിടെ. നമ്മുടെ ഈ ഗ്രൂപ്പിൽ 2-3 പാട്ടുകാരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പാട്ടിൻ്റെ പരിപാടി പ്ലാൻ ചെയ്യുമായിരുന്നു. ഈ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുന്നൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും ഏത് പാട്ടാണെന്നുള്ളതൊക്കെ. വെറുതെ ട്രൈപോഡൊക്കെ കൊണ്ടുപോയ സ്ഥിതിക്ക് നമുക്കൊരു പാട്ടൊക്കെ വീഡിയോ ആയിട്ട് എടുക്കാം എന്നുള്ളൊരു പ്ലാനും കൂടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും പാട്ടൊന്നും ഇതിലിടുന്നില്ല. പല രീതിക്കുള്ള പ്ലാനുകൾ നമ്മൾക്ക് ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ. അവിടെ ഒരു സൈഡിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്ക് സൈഡിൽ കൗച്ചിലിരുന്നിട്ട് പിള്ളേർ കളിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് കാണുന്നതുകൊണ്ട് നമ്മളിവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായി സെറ്റിട്ട് ദമ്മിട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ദമ്മ് പൊട്ടിക്കാനായപ്പോൾ ഞാൻ കൃത്യമായിട്ട് അവിടെ എത്തി. നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ
നല്ല മാഞ്ഞാളി ബിരിയാണി. ഇങ്ങനെ വയറും മനസ്സും നിറഞ്ഞുകൊണ്ട് വീക്കെൻഡുകളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു വീക്കെൻഡൊക്കെ ഉണ്ടാവാറുള്ളത്. സോ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഈ മാഞ്ഞാളി ബിരിയാണിയിൽ വെച്ച് നമ്മൾ നിർത്തുകയാണ്. പിന്നെ ഞങ്ങളത് കഴിഞ്ഞിട്ട് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.